കൂട്ടുകാരെ, നമ്മുടെ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രസക്തമായ 2-3 ചോദ്യങ്ങളാണ്. ചോദിച്ച ചോദ്യകർത്താവിനൊക്കെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. എന്തായിരുന്നാലും ചോദ്യം ഇതാണ്. ഈ ക്ലാമ്പ്, അതായത് നമ്മുടെ ഈ കാണുന്ന ഈ ക്ലാമ്പില്ലേ, ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ക്ലാമ്പ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ക്ലാമ്പ് ഉപയോഗിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഈ ക്ലാമ്പും ഈ കാണുന്ന ഈ ചാനലൊക്കെ ഉപയോഗിച്ചത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് പേര്, അതായത് ഓവർ എക്സ്പെൻസീവ് അല്ലേ, നല്ല ചിലവല്ലേ എന്ന്. ശരിയാണ്, ചിലവ് കൂടുതലാണ്. സംഭവം നമ്മൾ സാധാരണ പട്ടക്ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 രൂപ 15 രൂപ മുതൽ കിട്ടും. ഈ സാധനം കിട്ടൂല. ഈ സാധനത്തിന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്ലാമ്പിന് ഏകദേശം ഒരു 40 രൂപ 50 രൂപ വരെ വരും. പലയിടത്തും പല റേറ്റാണ്. ഈ ചാനൽ, സ്ലോട്ടഡ് ചാനൽ, ഈ ചാനലിനും വിലയുണ്ട്. റാഡ്, ത്രെഡർ റാഡ്, നട്ട്, ഇതെല്ലാം സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ചിലവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ ക്ലാമ്പ് വെക്കുകയാണെങ്കിൽ നമുക്ക് 6mm ഗ്രിപ്പും അതിൻ്റെ സ്ക്രൂവും ക്ലാമ്പും മതി. അത്രയാകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 10 ക്ലാമ്പ് അടിക്കാൻ കൂടി വന്നാൽ ഒരു 250 രൂപ ചിലവ് വരും. മെറ്റീരിയൽ വാങ്ങുമ്പോൾ 10 ക്ലാമ്പ് ഇവിടുന്ന് ഇപ്പം അവിടെ മുതൽ ഇവിടം വരെ 10 ക്ലാമ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. 10 ക്ലാമ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മളിത് ടോട്ടൽ അടിച്ചേക്കുന്ന മുകളിൽ അറ്റം വരെ അടിച്ചേക്കുന്ന 60 സെൻറ്റിമീറ്റർ വെച്ച് 14 ക്ലാമ്പ് ഉണ്ട്. ഈ 14 ക്ലാമ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ ചിലവ് വെച്ചു. 14 ക്ലാമ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 350 രൂപ 400 രൂപയ്ക്കകത്ത് മെറ്റീരിയൽ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഒരു പൈപ്പിനാണ് 4 ക്ലാമ്പിനായാലും 6 ക്ലാമ്പിനായാലും, പിന്നെ അതിൻ്റെ ഫിഷറും സ്ക്രൂവും എല്ലാം കൂടെ ചിലവ് അത്രയേ ഉള്ളൂ. ഒരു 500 രൂപയ്ക്കകത്ത് ആ ചിലവ് നിൽക്കും. പക്ഷേ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീട്ടിലെ പോലെ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനെ നമ്മൾ കാണരുത്. കാരണം ഒരു 50ഓളം ടോയ്ലറ്റാണ് ഇവിടെ വരുന്നത്. 1-2 ടോയ്ലറ്റ് അല്ല, 50ഓളം ടോയ്ലറ്റ് വരുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ 1-2 ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് പോലെയല്ല, 30-40 ടോയ്ലറ്റുകൾ ചിലപ്പോൾ ഒരേ സമയത്ത് ഉപയോഗിച്ചു എന്ന് വരും. അപ്പോൾ ഉണ്ടാകുന്ന പ്രഷർ, വെള്ളത്തിൻ്റെ പ്രഷർ താങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 6mm ഗ്രിപ്പിൽ അത് താങ്ങൂല. ഗ്രിപ്പിനകത്ത് നമ്മൾ 6mm ഗ്രിപ്പിനകത്താണല്ലോ ഇത് പിടിപ്പിക്കുന്നത്. ആ 6mm ഗ്രിപ്പിനകത്ത് ഈ ക്ലാമ്പ്, അതായത് ഈ പൈപ്പിൽ വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ താങ്ങൂല. ആ ഗ്രിപ്പിന് താങ്ങാൻ പറ്റുന്നൊരു പ്രഷറുണ്ട്. അതിലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഗ്രിപ്പ് എന്ത് ചെയ്യും? അതായത് 6mm ഗ്രിപ്പിനകത്താണ് ആ ഭിത്തിയിലേക്ക് ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബലമുണ്ട്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നിൽക്കൂല, പൊട്ടിപ്പോരും. പല സ്ഥലങ്ങളിലും പല ഹോസ്പിറ്റലുകളിലും പോയി നോക്കിയാൽ കാണാൻ പറ്റും പൈപ്പിൻ്റെ ബ്രാക്കറ്റുകളൊക്കെ നഷ്ടപ്പെട്ട് എയറിൽ നിൽക്കുന്നത് മിക്കവാറും ഒക്കെ എന്തായിരിക്കും? ഫിറ്റിങ്സിൻ്റെ ബലത്തിലായിരിക്കും. ഫിറ്റിങ്സിനകത്ത് ഒടിച്ചിരിക്കുന്ന പശ ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പശ അല്ലെങ്കിൽ ആ ഫിറ്റിങ്സ് ഒടിഞ്ഞു പോകുന്നത് വരെ അത് നിൽക്കും. പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ക്ലാമ്പ്, അതായത് ഈ ക്ലാമ്പ് നല്ല ബലമുള്ള സാധനമാണ്. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ പിടിക്കുക എന്നാൽ പോലും അത് വരുത്തില്ല. ഈ പൈപ്പിനകത്ത് നിങ്ങൾ എത്ര പ്രഷർ വേണേലും കൊടുത്തു വരൂല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്രയധികം പ്രഷർ നമുക്കിത് കൊടുക്കാൻ പറ്റും. അത്രയും പ്രഷർ താങ്ങണമെന്നുണ്ടെങ്കിൽ 6mm ഫിഷറിനോ ഗ്രിപ്പിനോ പറ്റൂല, ആ ക്ലാമ്പിനും പറ്റൂല. ആ ക്ലാമ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, 4 പൈപ്പിനകത്ത് നമ്മൾ ക്ലാമ്പ് അടിക്കുമ്പോഴേ 2 സൈഡിലും ഗ്രിപ്പ് ചെയ്തിട്ട് ക്ലാമ്പ് പിടിപ്പിക്കാൻ പോകുമ്പോൾ ഒരു സൈഡ് എന്ത് ചെയ്യും? കാലുറയ്ക്കും, മറ്റേ സൈഡിൽ എത്തൂല. ചില ക്ലാമ്പിൻ്റെയൊക്കെ പ്രത്യേകതയാണ്. നല്ല ഹെവി ആയിട്ടുള്ള ക്ലാമ്പ് മേടിച്ചാലും ഉള്ള അവസ്ഥ ഇതാണ്. പക്ഷെ നമ്മൾ ഈ ക്ലാമ്പ് ഉറപ്പിക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം, കാണുന്നുണ്ടെന്ന് കണ്ടോ? നട്ടിട്ടാണ് ഉറപ്പിക്കുന്നത്. ഈ നട്ട് ഇത് കണ്ടോ, പിടിച്ചാലിങ്ങനെ വരൂല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല ലൈഫ് ഇതിന് കിട്ടും. പിന്നെ കുറച്ച് ആളുകൾ ചോദിച്ചത്, നിങ്ങൾ ചിലവ് കൂട്ടാൻ വേണ്ടിയാണോ പണിയെടുക്കുന്നത് എന്ന്. ഫിറ്റിങ്സ് ഓവറാണ്, ഇത് കണ്ടിട്ട് ഫിറ്റിങ്സ് ഓവറാണെന്നാണ് പറയുന്നത്. കൂട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഈ ചാനലല്ലാതെ ഭിത്തിയിൽ വെച്ച് പൈപ്പ് ഒന്ന് ഒട്ടിച്ചു നോക്കണം, അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് ഫിറ്റിങ്സ് കൂടുതലാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കും.